നമസ്കാരം. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോസ്റ്റ് കണ്ടോ? ഇത് ഹണി റോസിന്റെ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചാണ് ഹണി റോസ് ഈ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. ഒരു വ്യക്തി ഹണി റോസിന്റെ പുറകെ നടന്ന് ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഹണി റോസിനെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹണി റോസ് ആദ്യമൊന്നും ഇതിനെതിരെ പ്രതികരിച്ചില്ല. ആദ്യമൊക്കെ ഹണി റോസ് ഈ വ്യക്തി വിളിച്ചിരുന്ന ഫംഗ്ഷന് പങ്കെടുത്തിരുന്നു. പിന്നീട് ഈ വ്യക്തി ഫംഗ്ഷനൊക്കെ പങ്കെടുക്കാൻ ക്ഷണിക്കുന്ന സമയത്ത് അതിൽ വിസമ്മതം അറിയിച്ചു. അപ്പൊ അങ്ങനെ വിസമ്മതം അറിയിച്ചതോടുകൂടി അതിന്റെ ദേഷ്യത്തില് പിന്നീട് ഹണി റോസ് വേറെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ആ പരിപാടികളിലേക്കൊക്കെ പോവുകയും ഹണി റോസിനെ കുറിച്ച് കമന്റുകൾ അടിക്കുകയും ഈ ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള കമന്റുകൾ അടിക്കുകയും ഹണി റോസിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും ഒക്കെ തന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് ചുമ്മാ വഷളത്തരങ്ങൾ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഈ വ്യക്തി ഈ പ്രവൃത്തി തുടരുകയാണ് എന്നുണ്ടെങ്കിൽ ഹണി റോസ് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഈ പോസ്റ്റിലൂടെ പറഞ്ഞേക്കുന്നത്. ചെറിയൊരു വാണിംഗ് ആണ്. വ്യക്തി ആരാണെന്ന് ഹണി റോസ് പരാമർശിച്ചിട്ടില്ലെങ്കിലും നമുക്കിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഏത് വ്യക്തിയാണെന്നുള്ളത്. ആള് ചില്ലറക്കാരനല്ല, വലിയ പുള്ളിയാണ്. കാശിന്റെ അഹങ്കാരം നല്ലോണം തലക്കി വിളിച്ചിട്ടുള്ളൊരു പുള്ളിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പൊ ഏതായാലും ഇത് മാധ്യമങ്ങളോട് ഹണി റോസ് ഇതിനെതിരെ ഒരു പ്രതികരണം നടത്തുന്നുണ്ട്. അതിനകത്ത് ഹണി റോസ് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്, പുള്ളിയുടെ പേരൊന്നും പറയുന്നില്ല. അപ്പൊ ആ ഒരു വീഡിയോയും കൂടി ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു തരാം. ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ പിറകെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. അധിക്ഷേപം ആവർത്തിച്ചാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും താരം മാതൃഭൂമി ന്യൂസിനോട്. പേര് പരാമർശിച്ചില്ല എങ്കിലും അധിക്ഷേപം നടത്തുന്ന വ്യക്തിയെ ആളുകൾക്ക് അറിയാമെന്നും വിവാദമുണ്ടാക്കാൻ താല്പര്യമില്ല എന്നും ഹണി റോസ് പറഞ്ഞു. അനുസ്, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ? ഇപ്പം നമ്മൾ അതിനെപ്പറ്റി ഡെഫിനറ്റ്ലി ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഇത് നമ്മുടെ പേരിലേക്ക് ഡ്രാഗ് ചെയ്യും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കമന്റ്സ് ഈ വ്യക്തിയിൽ നിന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഡിസിഷൻ. അതോടൊപ്പം ഈ വ്യക്തി ആരാണെന്നുള്ളത് താങ്കൾ പോസ്റ്റുകളിലൊന്നും പരാമർശിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നു അത് ആളുകൾക്ക് അറിയാവുന്ന ആൾ തന്നെയാണ്. അപ്പം പേര് പരാമർശിച്ചില്ലെങ്കിലും ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഇൻസിഡന്റും കാര്യങ്ങളും ഒക്കെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ആഘോഷിക്കപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അപ്പൊ അത് ഇങ്ങനെ തന്നെ പോകാം എന്നുള്ളത് ഒരു പേഴ്സണൽ ഒരു ഡിസിഷന്റെ ഭാഗമാണ്. എനിക്ക് അനാവശ്യമായ ഒരു വിവാദത്തിലേക്കോ ഒരു ഡ്രാമയൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പൊതുവെ ഞാൻ ഇതുവരെ എനിക്ക് താല്പര്യമുള്ള ഒരാളല്ല. പക്ഷെ ഇത് നമ്മളെ എന്താ പറയാ, നമുക്ക് അത്രയും എനിക്കും എന്റെ ഫാമിലിക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വിഷയമായതുകൊണ്ട് തന്നെയാണ് ഇതിനെ പ്രതികരിക്കണം, ഇല്ലെങ്കിൽ അതൊരു ഒരു മോശം മെസ്സേജ് ആയിരിക്കും സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിലേക്ക്. ഇതിനകത്ത് താങ്കൾ പറഞ്ഞിട്ടുണ്ട് പിറകെ നടന്ന് ശല്യപ്പെടുന്നു, താങ്കൾ പോകുന്ന സ്ഥലത്തൊക്കെ ഇയാൾ വരുന്നുണ്ടെന്ന്. ഞാൻ ആ പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് ഇത് പലതവണ ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഈ ഒരു മോശം കമന്റുകൾ പരാമർശങ്ങൾ വന്നതിന്റെ പേരിലാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തന്നെ എനിക്ക് പറയാനുള്ളത്, വേറൊന്നുമില്ല. എന്തായാലും മറുഭാഗത്ത് ഈ പോസ്റ്റ് പറയുന്ന ആള് പ്രതികരണം നടത്തിയാൽ താങ്കൾ കൂടുതൽ പ്രതികരണം നടത്തുകയെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് എനിക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഇതേപോലെയുള്ള കമന്റ്സുകളോ പ്രവൃത്തികളോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ തീർച്ചയായിട്ടും അടുത്തത് നിയമ നടപടിയുമായിട്ട് തന്നെ മുമ്പോട്ട് പോകും. അപ്പൊ ഏതായാലും ഹണി റോസിന്റെ പ്രതികരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്തരക്കാര് നമ്മുടെ തലയെ കയറി നിരങ്ങും. അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. അപ്പൊ ഈ വ്യക്തിയുടെ പേര് ഹണി റോസ് പരാമർശിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ പരാമർശിക്കുന്നില്ല. പക്ഷേ ഈ വാർത്തയുടെ അടിയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ട്. ആ കമന്റും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ കമന്റും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഈ കമന്റും കൂടി കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആളെ പിടികിട്ടി കാണും. വേറെ ആരെയും നമുക്ക് ഈ ഒരു കാര്യത്തിൽ കണക്ട് ചെയ്യാനില്ല. ഈ വ്യക്തിയെ മാത്രമേ കണക്ട് ചെയ്യാനുള്ളൂ. കാരണം ഈ വ്യക്തി അത്യാവശ്യം വഷളനാണ്. ഇതേപോലെയുള്ള ഡബിൾ മീനിങ് ആയിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരുടെ കയ്യടി നേടിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല ഫംഗ്ഷൻ, ഈവൻ ആ പുള്ളിയുടെ തന്നെ ഫംഗ്ഷന് തന്നെ ഈ പുള്ളി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നിട്ട് കൂടി ഇരിക്കുന്ന ആളുടെ കയ്യടിയും കൂടെ അങ്ങ് കിട്ടും. കൂടെ നിൽക്കുന്ന ആൾക്കാർ അതിനെക്കാട്ടി വലിയ പൊട്ടന്മാരാണ്. ഇതുപോലെയുള്ള പൊട്ടത്തരങ്ങളും ഇതുപോലെയുള്ള വൃത്തികേടുകളും ഒക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് അങ്ങ് ചിരിച്ചുകൊണ്ട് അങ്ങ് കൈയടിച്ചങ്ങ് കൊടുക്കുകയാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇത്തരക്കാരെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പലരും പറയും ഹണി റോസ് അങ്ങനെ നടക്കുന്നത് കൊണ്ടല്ലേ, അങ്ങനെ വസ്ത്രം ധരിക്കുന്നത് കൊണ്ടല്ലേ, അത് ഹണി റോസിന്റെ ഇഷ്ടമാണ്. ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ പറയും അത് ഹണി റോസിന്റെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞങ്ങളുടെ ഇഷ്ടമാണ്. നമുക്ക് സംസാരിക്കാം, അഭിപ്രായം പറയാം. പക്ഷേ ഒരാളുടെ ശരീരത്തെ മെൻഷൻ ചെയ്തുകൊണ്ട് ഡബിൾ മീനിങ്ങിലുള്ള കമന്റുകൾ അടിക്കാൻ ആർക്കും അവകാശമില്ല. അതൊരിക്കലും അഭിപ്രായ സ്വാതന്ത്ര്യമല്ല. അത് തെറ്റ് തന്നെയാണ്, അത് മിസ്റ്റേക്ക് തന്നെയാണ്. അങ്ങനെ ഒരാൾ മിസ്റ്റേക്ക് കാണിക്കുമ്പോൾ അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നവരുടെ ഭാഗത്താണ് ഏറ്റവും വലിയ തെറ്റിരിക്കുന്നത്. അങ്ങനെ ന്യായീകരിക്കാതിരിക്കുക. കാരണം ഈ വ്യക്തി എല്ലാ സ്ത്രീകളെ കുറിച്ചും ഈ രീതിയിൽ ഡബിൾ മീനിങ് അടിക്കാറുണ്ട്. വസ്ത്രധാരണം എന്ന് പറയുന്നത് ഒരു കാര്യമേ അല്ല. ഇത്തരത്തിലുള്ള വഷളന്മാർക്ക് വസ്ത്രധാരണമോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ശരീരഘടനയോ എന്ന് പറയുന്ന ഒന്നും ഒരു ബാധകമല്ല. എല്ലാവരെ കുറിച്ചും ഈ രീതിയിൽ മെൻഷൻ ചെയ്യും, ഈ രീതിയിൽ വഷളത്തരം പറയും. അത് അവരുടെ ഒരു മാനസിക വൈകൃതമാണ്. നമുക്കത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റത്തില്ല.
പക്ഷെ ഒരു രീതിയിൽ ഭേദമാക്കാൻ പറ്റും. ശിക്ഷ കൊടുത്തുകൊണ്ടും ഭേദമാക്കാം. പിടിച്ച് ജയിലിലിട്ടാൽ മതി, അതോടുകൂടിയിട്ട് അങ്ങ് മാറിക്കോളൂ. പൊതുവെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്, സ്ത്രീകളെ കുറിച്ച് ഈ രീതിയിൽ വർണ്ണിക്കുകയും സ്ത്രീകളുടെ ശരീരത്തെക്കുറിച്ച് അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വഷളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നല്ല കാര്യമാണ്, അതിലൊരു തെറ്റുമില്ല എന്നുള്ള വിചാരം പലർക്കും ഉണ്ട്. ആ വിചാരം മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ തന്നെ ഇങ്ങനെ പ്രതികരിക്കണം. ഹണി റോസ് തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഇത്രയും നാളും ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളോടൊന്നും തന്നെ പ്രതികരിച്ചില്ല. അങ്ങനെ പ്രതികരിക്കാതിരുന്നത് ഹണി റോസിന് പ്രതികരണശേഷി ഇല്ലാത്തത് കൊണ്ടോ പേടിയായതുകൊണ്ടോ അല്ല, വെറുതെ എന്തിനാണ് അനാവശ്യമായിട്ട് സമയം കളയുന്നത് എന്തിനാണ് എന്ന് വിചാരിച്ചിട്ടാണ് പലരും പ്രതികരിക്കാതിരിക്കുന്നത്. പക്ഷെ പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞുണ്ടല്ലോ ഇത്തരക്കാരുടെ ശല്യം അങ്ങ് കൂടും. ഇപ്പൊ ശല്യം കൂടിയത് കൊണ്ടായിരിക്കണമല്ലോ ഹണി റോസ് പ്രതികരിച്ചത്. പക്ഷേ ഇതിലും ഹണി റോസിനെ എതിർത്ത് സംസാരിച്ചിട്ട് പുള്ളിയെ ന്യായീകരിക്കാൻ ആൾക്കാരുണ്ട്, അത് തീർച്ചയായിട്ടും ഉണ്ടാവും. പുള്ളിയെ ന്യായീകരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. പുള്ളിയെ ന്യായീകരിക്കുന്നവർ മെയിനായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഹണി റോസിന്റെ വസ്ത്രധാരണം, ഹണി റോസിന്റെ ശരീരഘടന പുള്ളിക്കാരുടെ ഇഷ്ടമാണ്. എങ്ങനെയൊക്കെ വസ്ത്രം ധരിക്കണം, എങ്ങനെയൊക്കെ നടക്കണം എന്നുള്ളത് പുള്ളിക്കാരുടെ ഇഷ്ടമാണ്. അവരുടെ ശരീരത്തെ നോക്കി അനാവശ്യമായിട്ട് വർണ്ണിക്കാനോ അവരുടെ ശരീരത്തെക്കുറിച്ച് കമൻ്റ് അടിക്കാനോ ഒരാൾക്കും ഒരു അവകാശവും ഇല്ല. സ്വന്തമായിട്ട് നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളെ കുറിച്ച് ആരെങ്കിലും ഇത്തരത്തിലുള്ള കമൻറ്റുകൾ അടിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? അപ്പം നിങ്ങൾ അതേ കാര്യം പറഞ്ഞ് തന്നെ ന്യായീകരിക്കുമോ? അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ, അല്ലെങ്കിൽ എൻ്റെ അനിയത്തിയുടെ, എൻ്റെ സഹോദരിയുടെ, എൻ്റെ കാമുകിയുടെ, എൻ്റെ ഫ്രണ്ടിൻ്റെ വസ്ത്രധാരണം ശരിയല്ലാത്തത് കൊണ്ടാണ് അയാൾ അങ്ങനെ കമൻ്റ് അടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ന്യായീകരിച്ച് മാറി നിൽക്കുവോ, തിരിച്ച് അയാൾക്കെതിരെ പ്രതികരിക്കുവോ? എന്തായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്? ഉറപ്പായിട്ടും പ്രതികരിക്കുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള രീതിയിൽ വസ്ത്രം ധരിക്കാനും അവരുടെ ശരീരം അങ്ങനെ കൊണ്ടു നടക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. നമുക്ക് വേണമെങ്കിൽ അഭിപ്രായം പറയാം, ഈ വസ്ത്രം കൊള്ളത്തില്ല, ആ ഡ്രസ്സ് തനിക്ക് ചേരുന്നില്ല, മോശമായിട്ടാണ് വസ്ത്രം ധരിച്ചിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ വൾഗറായിട്ട് ഡബിൾ മീനിങ് വെച്ചിട്ടുള്ള കമൻറ്റുകൾ അടിക്കാൻ ഒരു അവകാശവും ഇല്ല. നമുക്ക് സമൂഹത്തിൽ തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. ഇത്തരത്തിൽ ഇപ്പം ഹണി റോസ് പരാമർശിച്ചിട്ടുള്ള ആ വ്യക്തി, ആ വിരുദ്ധനെയൊക്കെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതോടുകൂടി ഇത്തരത്തിലുള്ള ആൾക്കാരെയും കൂടിയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾ സമൂഹത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം മോശപ്പെട്ട മെസ്സേജുകൾ കൊടുക്കാതിരിക്കുക. ഇങ്ങനെ ആരെങ്കിലും ഡബിൾ മീനിങ് പറഞ്ഞ് കയ്യടി വാങ്ങിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഡബിൾ മീനിങ്ങിൽ കൈയടിക്കാതിരിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, തിരിച്ച് അവരോട് റിയാക്ട് ചെയ്യുക. ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് റിയാക്ട് ചെയ്യാം, താൻ എന്തിനാണോ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കാമല്ലോ. 1 or 2 പേര് അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവർ താനെ നിർത്തിക്കോളും. ഇപ്പം ഇയാൾ നിർത്താത്തത് എന്താണ്? ഇയാൾക്ക് കയ്യടി കിട്ടുന്നുണ്ട്, പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. ആ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇതേ രീതിയിൽ സ്ത്രീകളെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഇവിടെ തുടരാൻ പാടില്ല. ഹണി റോസ് പ്രതികരിച്ചത് വളരെ നന്നായി. ഇത്രയും നാളെ സൈലൻ്റ് ആയിട്ടിരുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. സൈലൻ്റ് ആയിട്ട് ഇരിക്കരുത്, പ്രതികരിക്കണം. എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്, പ്രതികരിക്കണം.